के गुंजे खिला दिए हैं, उनकी महक ने दिल के गुंजे खिला दिए हैं. അവിടുത്തെ സൗന്ദര്യത്തിലും അവിടുത്തെ സുഗന്ധത്തിലും ഹൃദയത്തിലെ പൂവുകൾ വിടരുകയാണ്. ജിസ് രാഹ് ചൽ ഗയേ ഹേ കൂച്ചേ ബസാ ദിയേ ഹേ, ജിസ് രാഹ് ചൽ ഗയേ ഹേ കൂച്ചേ ബസാ ദിയേ ഹേ. ഏത് വഴിയിലൂടെയാണോ എന്റെ പുണ്യനബി സഞ്ചരിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സകല കൂരകളും കുടിലുകളും അവിടുത്തെ സകല തെരുവുകളും മൂലകളും അവിടുന്ന് മനുഷ്യരെ കൊണ്ട് അധിവസിപ്പിക്കുകയാണ്. വിജനതയിൽ അധിവാസമുണ്ടാക്കിയില്ലയോ പരിശുദ്ധ റസൂൽ മുസ്തഫ. जब आ गई जोशे रहमत पे उनकी आंखें जलते बुझा दिए हैं, रोते हंसा दिए हैं, जलते बुझा दिए हैं, रोते हंसा दिए हैं. കത്തുന്നതിനെയൊക്കെ അവിടുന്ന് അണച്ചു കളഞ്ഞില്ലയോ, അവിടുന്ന് കരയുന്നവരെ പുഞ്ചിരിപ്പിച്ചില്ലയോ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. एक दिल हमारा क्या है आज़ार उसका कितना, एक दिल हमारा क्या है आज़ार उसका कितना. നമ്മുടെ ഒരു ഹൃദയത്തിന്റെ കാര്യം എന്തിനു പറയണം? എത്രയോ ഹൃദയങ്ങൾ അവിടുത്തേക്ക് ദണ്ഡമല്ലയോ, എത്രയോ ഹൃദയങ്ങൾ അവിടുത്തേക്ക് സമർപ്പിതമല്ലയോ, എത്രയോ നെഞ്ചകങ്ങളിൽ അവിടുന്ന് കുടികെട്ടി പാർക്കുന്നില്ലയോ പരിശുദ്ധ റസൂൽ. कभी आह लब पे मचल गई, कभी आह लब पे मचल गई. ചിലപ്പോൾ ഒരു വിലാപമായിട്ട് വരുന്നതും പരിശുദ്ധ റസൂലിന്റെ ഓർമ്മയല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഭി ആഹ ലബ് പേ മചൽ ഗയി, കഭി അശ്ക് ആँख से ढल गई. कभी रंग में, कभी रूप में, कभी छाव में, कभी धूप में, कभी रंग में ചിലപ്പോൾ വർണ്ണമായി, കഭി രൂപ में ചിലപ്പോൾ രൂപമായി, കഭി ഛാവ में ചിലപ്പോൾ ഒരു തണലായി, കഭി ധൂപ് में തണലായി കടന്നു വരുന്നതും അവിടുത്തെ ഓർമ്മയല്ലയോ മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ്. एक दिल हमारा क्या है आसार उसका कितना, तुमने तो चल फिरते मुर्दे जला दिए हैं. എത്രയെത്ര ആത്മാവുകൾക്കാണ് അവിടുത്തെ ജീവനേകിയത് പരിശുദ്ധ റസൂൽ सल्लल्लाहु अलैहि वसल्लम. इसरा में गुजरे जिस दम बीड़े पे ഖുദ്സിയോं के, ഇസ്രായിന്റെ രാത്രിയിൽ മലക്കുകളുടെ കൂട്ടത്തിലൂടെയല്ലയോ യാത്ര ചെയ്തു പോയതിന്റെ പരിശുദ്ധ നബിയേ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ നടന്നു പോകുമ്പോഴും സഹാബത്ത് മുമ്പിലും അല്പം സ്ഥലം ഒഴിവാക്കി, പിന്നിലും അല്പം സ്ഥലം ഒഴിവാക്കി. മുമ്പിലൂടെ അവർ നടന്നില്ല, തൊട്ടടുത്തും അവർ സ്ഥാനം പിടിച്ചില്ല. അവർ അല്പം അകന്നു നടന്നു. അവർക്കറിയാമായിരുന്നു ആ പുണ്യദേഹത്തെ പൊതിയാൻ മുമ്പിലും പിറകിലും ചുറ്റുവട്ടത്തും മലക്കുകളുടെ സംഘമുണ്ട്. മുസ്തഫ മുഹമ്മദ് दरिया बहा दिए हैं, दुर्दे बहा दिए हैं. अल्लाह क्या जहन्नम अभी न सर्द होगा, रो रे के मुस्तफा ने दरिया बहा दिए हैं.
അല്ലാഹ് ക്യാ ജഹന്നം, ഈ നരകമുണ്ടല്ലോ, അഭീന സർദ് ഹോഗ, അത്ര പെട്ടെന്ന് തണുക്കുന്നതല്ല ഈ നരകം. പരലോകത്തിന്റെയും ലോകാവസാനത്തിന്റെയും ഉള്ളിൽ വലിയ ഒരു കഠിന കഠോരത പോലെ നരകം, പരീക്ഷണം പോലെ നരകം. അതങ്ങനെ പെട്ടെന്ന് തണുക്കുന്നതല്ല. പക്ഷേ രോ കെ മുസ്തഫാനെ ദറിയാ ബഹാദിയേ, കരഞ്ഞുകൊണ്ട് അരുവിയൊഴുക്കുകയാണ്, പുഴയൊഴുക്കുകയാണ്, നരകാഗ്നി അണച്ച് കളയുന്ന സങ്കട കണ്ണീരേ, കഥനത്തിന്റെ പുഴയേ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. പരലോകത്ത് ശഫാഅത്തിന് വേണ്ടി എല്ലാവരും തടിച്ചുകൂടുമ്പോ, എല്ലാവരും ശുപാർശക്ക് വേണ്ടി അംബിയാ മുർസലുകളെ സമീപിക്കുമ്പോ, ആദമിനെ സമീപിക്കുമ്പോ, സ്വർഗത്തിൽ വിലക്കപ്പെട്ട കനി തിന്നതിന്റെ പാപഭാരത്താൽ, അതിന്റെ ഖേദഭാരത്താൽ ആദം നബി ഒഴിഞ്ഞു മാറുമ്പോ, നൂഹ് നബി ഒഴിഞ്ഞു മാറുമ്പോ, ദുർമാർഗിയായ മകന് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഖേദത്താൽ ഒഴിഞ്ഞു മാറുമ്പോ, ഇബ്രാഹിം ഒഴിഞ്ഞു മാറുമ്പോ, മൂസാ നബി ഒഴിഞ്ഞു മാറുമ്പോ, ഈസാ നബി കാരണം പറയാതെ ഒഴിഞ്ഞു മാറുമ്പോ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാർ ഹേ ബദ്കാർ ഹേ ഡൂബേ ഹുവേ സില്ലത്ത് മേ ഹേ മഗർ തെരേ മെഹബൂബ് കി മില്ലത്ത് മേ ഹേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ നാശത്തിലേക്ക് വഴുതി വീണവരാണ്, അപമാനത്തിൽ പതിച്ചവരാണ്. പക്ഷേ അല്ലാഹുവേ, നിന്റെ മെഹബൂബായ നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വിചാരണ തുടങ്ങാതെ മഹ്ശറയിൽ ചെയ്തുപോയ പാപത്തിന്റെ തോതനുസരിച്ച് വയർപ്പിൽ കുളിച്ച് മനുഷ്യ സമുദായം നിൽക്കുമ്പോ, ഓരോരുത്തരുടെ പാപത്തിന്റെ തോതിൽ വയർപ്പിൽ നിൽക്കുമ്പോ, നൂലുബന്ധമില്ലാതെ ആളുകളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹ്ശറയുടെ മൈതാനിയിൽ വിചാരണ ഒന്ന് തുടങ്ങാൻ അവിടുന്ന് ശഫാഅത്തിന് വേണ്ടി സുജൂദിൽ വീണ് കിടക്കുമ്പോ അല്ലാഹു പറയുകയാണ്, ഇർഫഅ റഅസക യാ മുഹമ്മദ്, മുഹമ്മദേ, ശിരസ്സുയർത്തിയാലും എന്ത് വേണമെന്ന് ചൊല്ലിയാലും സ്നേഹഭാജനമായ പുണ്യനബിയുടെ ഇഷ്ടത്തെ മാനിച്ച് അല്ലാഹു വിചാരണ തുടങ്ങുന്നു. രണ്ടാമതും അവിടുന്ന് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വലിയ ദോഷങ്ങളില്ലാതെ ചെറിയ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നവരെ അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുകയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടയിൽ ഹൗദുൽ കൗസറിലെ ഒരു പാനീയം, പാലിനേക്കാൾ വെള്ളനിറം, തേനിനേക്കാൾ മാധുര്യം, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം പോലെ സ്വർണത്തിന്റെ വെള്ളിയുടെ ചഷകങ്ങൾ നിറച്ചു വെച്ച സ്വർഗത്തിൽ നിന്ന് 2 പാത്തിയിലൂടെ ഒഴുകുന്ന അരുവികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട വലിയ ഒരു തടാകം. ഹൗദെന്ന് കേൾക്കുമ്പോ തോന്നും വല്ല ചെറിയ ഹൗദാണോ എന്ന്. ചെങ്കടലിന്റെ വലിപ്പമുണ്ട് ഹൗദുൽ കൗസറിന്. അമ്മാൻ മുതൽ ഏദൻ വരെയുള്ള ദൈർഘ്യമുണ്ട് ഹൗദുൽ കൗസറിന്. മറ്റു പ്രവാചകന്മാർക്കും ഹൗദുണ്ട്. അവിടെ പോയി കുടിക്കേണ്ട അവരുടെ അനുയായികൾ അന്ത്യപ്രവാചകന്റെ ഹൗദിന്റെ കൗതുകമറിഞ്ഞ് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ മലക്കുകൾ വിലക്കുകയാണ്. ഒട്ടകം മറ്റൊരു വളപ്പിൽ കയറി തിന്നാൻ ശ്രമിക്കുമ്പോ ഒട്ടകത്തെ മേക്കുന്നവൻ ഒട്ടകത്തെ തടയുന്ന പോലെ മലക്കുകൾ വന്ന് എന്റെ ഹൗദിൽ നിന്ന് കുടിക്കാൻ ശ്രമിക്കുന്നവരെ മറ്റു പ്രവാചകന്മാരുടെ സമുദായങ്ങളെ തടയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളെ എങ്ങനെയാണെന്ന് തിരിച്ചറിയുക എന്ന് സഹാബത്ത് ചോദിക്കുമ്പോ, ഉളുവിന്റെ അടയാളങ്ങളുമായി തിളങ്ങുന്ന അവയവങ്ങളുമായി നിങ്ങളോട് അണഞ്ഞു വരുമ്പോ ഞാൻ നിങ്ങളെ തിരിച്ചറിയും. ദുനിയാവിൽ ഹൗലുമായി ബന്ധമുള്ളവന് ആഖിറത്തിലെ ഹൗലുമായും ബന്ധപ്പെടാൻ അവസരമുണ്ടെന്നർത്ഥം. ദുനിയാവിലെ ഹൗല്, ഉളുവിന്റെ ഹൗല്, നിസ്കാരത്തിന് മുമ്പുള്ള ഒരു ഒരുക്കം, അംഗശുദ്ധി, അംഗസ്നാനം ചെയ്ത അവയവങ്ങൾ തിളങ്ങുമ്പോ ഞാൻ നിങ്ങളെ തിരിച്ചറിയുമെന്ന് പരിശുദ്ധ റസൂൽ
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. സ്വർഗ്ഗവും നരകവും നേരത്തെ തന്നെ തയ്യാറാക്കപ്പെട്ടു വെച്ചിരിക്കുന്ന പരലോകത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ രണ്ട് സംഭവങ്ങൾ ഓർത്തുപോകേണ്ടതാണ്. നിസ്കാരത്തിനിടയിൽ അവിടുന്ന് മുന്നോട്ട് കൈനീട്ടി. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അങ്ങെന്തിനാണ് കൈനീട്ടിയത് യാ റസൂലല്ലാഹ്? സ്വർഗത്തിലെ ഒരു മുന്തിരിക്കൊല എനിക്ക് നേരെ നീട്ടി, ഞാൻ അതെടുക്കാൻ വേണ്ടി കൈനീട്ടി. അത് ഞാൻ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ മോഹിച്ചു, പക്ഷേ അത് പിൻവലിക്കപ്പെട്ടു എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ പുണ്യ നബിയോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. അവിടുന്ന് പറഞ്ഞു, അത് നരകത്തിന്റെ മുകളിലെ തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക് ഒരു കല്ല് വന്ന് വീണതാണ്. 70 വർഷം മുമ്പാണ് ആ കല്ല് മുകളിൽ തട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോഴാണത് താഴെ എത്തുന്നത്. നേരത്തെ തന്നെ തയ്യാറാക്കപ്പെട്ട സ്വർഗവും നരകവും, രക്ഷയും ശിക്ഷയും, അനുഗ്രഹവും നിഗ്രഹവും, അള്ളാഹുവിന്റെ പ്രീതിയുടെ ഇടം സ്വർഗം, അള്ളാഹുവിന്റെ കോപത്തിന്റെ ഇടം നരകം. രണ്ടിന്റെയും ഇടയിൽ അറാഫ്, ഒരു മതിൽ. ആ മതിലിൽ കുറെ ആളുകൾ സ്വർഗത്തിൽ പോകാൻ നന്മ ചെയ്തിട്ടില്ല, നരകത്തിൽ പോകാൻ തിന്മയും ചെയ്തിട്ടില്ല. അവർ സ്വർഗത്തിൽ പോകുന്നവരെ നോക്കി സലാം പറയും, ഒരു ചാൻസ് കിട്ടുമോ എന്ന് നോക്കിയിരിക്കും. ഞങ്ങളുടെ കാര്യവും ആലോചിക്കണമെന്ന് സ്വർഗവാസികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറാഫിന്റെ മതിലിൽ പാർക്കുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നരകത്തിലെ ഭയങ്കരമായ ചൂട്, ഹമീം എന്ന തീവെള്ളം, സഖൂം എന്ന തീമരത്തിന്റെ ഇലകൾ, വിഷക്കാറ്റും കരിമ്പുകയും. നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ തീ കൊണ്ടുള്ള ഒരു പാദരക്ഷയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശിക്ഷ നൽകപ്പെടുക അബൂ താലിബിന്. അബൂ താലിബ് പുണ്യ നബിയെ സംരക്ഷിച്ചു. അബൂ താലിബ് പുണ്യ നബിക്ക് സകല സുരക്ഷയും നൽകി. അബൂ താലിബ് ശത്രുക്കളിൽ നിന്ന് കാത്തു. പക്ഷേ എല്ലാ ഉപകാരവും ചെയ്തിട്ടും സ്വന്തം ഹൃദയത്തിലേക്ക് ഈമാന്റെ ഒരു ചൈതന്യം സ്വീകരിക്കേണ്ട സമയത്ത് അബൂ താലിബ് തയ്യാറായില്ല. ഒടുക്കത്തെ വേളയിൽ അബ്ദുൽ മുത്തലിബിന്റെ ദീനല്ലയോ നിങ്ങൾക്ക് നല്ലതെന്ന് അബൂജഹലിന്റെ ഒരു ചോദ്യത്തിൽ അബൂ താലിബ് പതറി. അന്ത്യവേളയിൽ പതറിയ അബൂ താലിബ് ഈമാനില്ലാതെ മരണം പ്രാപിച്ചതിനാൽ തീ കൊണ്ടുള്ള പാദരക്ഷ അണിയിക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശഭൂമികളുടെ വലിപ്പമുണ്ട് സ്വർഗത്തിന്. ഈ പ്രപഞ്ചം എത്രയോ ഗാലക്സികൾ നിറഞ്ഞത്. 100 ബില്യൺ ഗാലക്സികൾ, 100 ബില്യൺ നക്ഷത്രങ്ങളാണ് ഒരു ഗാലക്സി. എത്രയോ ഗാലക്സികളാണ് ഈ പ്രപഞ്ചം. അപ്പോൾ സ്വർഗത്തിന്റെ വലിപ്പം എത്ര? സ്വർഗത്തിലെ ഒരു മരം അതിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക്, ഒരു പാർശ്വത്തിൽ നിന്ന് മറ്റേ പാർശ്വത്തിലേക്ക് യാത്ര ചെയ്താൽ 100 വർഷം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലും ഒരു മരത്തിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂൽ. സ്ഫടിക സമാനമായ ശരീരങ്ങളോടെ സൃഷ്ടിക്കപ്പെട്ട ഹൂറുല്ലീങ്ങൾ, സകലമാന അനുഗ്രഹങ്ങൾ, എത്രയെത്രയോ ഉദ്യാനങ്ങൾ. ആ ഉദ്യാനങ്ങളിലൂടെ നിരന്തരം അവർക്ക് സഞ്ചരിക്കാം. അതിന്റെ ഏറ്റവും നടുവിൽ ഉന്നതമായ ഫിർദൗസ് എന്ന സ്വർഗം, അതിന്റെ മീതെ അല്ലാഹുവിന്റെ അർശ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുമായി സ്വർഗത്തിൽ പാർക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ലിഖാഇനുള്ള ഭാഗ്യം. റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് കിടക്കും അവനെ കണ്ടുകൊണ്ട് മുഅ്മിനുകൾ. അപ്പോൾ കുനിയാൻ കഴിയാത്ത പിരടിയുമായി പാപികൾ നിലകൊള്ളുന്ന നേരം ആ സ്വർഗത്തിൽ തന്നെ വസീല എന്ന അത്യുന്നതമായ സ്ഥാനം. ഓരോ ബാങ്ക് മുഴങ്ങിക്കഴിഞ്ഞാലും വിശ്വാസികൾ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ലോകാവസാനവും പരലോകവും എന്ന ഈ വിഷയത്തിന്റെ ചർച്ചയിൽ നിന്ന് നമുക്ക് പിന്തിരിയണം. ഒരേ ഒരു പ്രാർത്ഥന വിശ്വാസി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ഈ പ്രാർത്ഥന മുഴുവനും നേതാവിന് വേണ്ടിയുള്ളതാണ്, ലോകനായകന് വേണ്ടിയുള്ളതാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല വദ്ദറജതർ റഫീഅത്തൽ ആലിയ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد.
അധികം ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ പലരും ചെയ്യാത്ത ഒരു സംഗതിയുണ്ട്. അത് സഹീഹായ ഹദീസ് പ്രകാരം ബാങ്ക് കഴിഞ്ഞാൽ ഈ ദുആ ചൊല്ലുന്നതിന് മുമ്പ് പുണ്യ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. സഹീഹായ ഹദീസിലൂടെ അറിയിക്കപ്പെട്ടതാണ്, കൽപ്പനയാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന് ചൊല്ലിയ ശേഷമാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, അല്ലാഹുവേ ഈ പൂർണ്ണമായ വിളിയാളത്തിന്റെ റബ്ബേ നാഥനേ, വസ്സലാത്തിൽ ഖായിമ സ്ഥാപിതമായ നിസ്കാരത്തിന്റെയും ഉടമസ്ഥനെ നാഥനെ, ആതി മുഹമ്മദിനിൽ വസീല, മുഹമ്മദിന് വസീല എന്ന സ്വർഗ്ഗത്തിലെ അത്യുന്നതമായ പദവി നൽകണമേ അല്ലാഹ്, വൽ ഫളീല ശ്രേഷ്ഠതയാർന്ന പദവി, വദ്ദറജത്തർ റഫീഅത്തൽ ആലിയ അത്യുന്നതമായ പദവി, വബഅഥു മഖാമം മഹ്മൂദനില്ലദീ വഅദത, നീ അവിടത്തേക്ക് വാഗ്ദാനം ചെയ്ത മഖാമും മഹ്മൂദിന്റെ ഉന്നതമായ സ്ഥാനവും ഞങ്ങളുടെ ഹൃദയഭാജനമായ റസൂലിന് നൽകണമേ അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബി സകല പ്രാർത്ഥനകളും ഉമ്മത്തിക്ക് നൽകി. ഉമ്മത്തി ഒരു പ്രാർത്ഥന തിരിച്ചു നൽകുകയാണ് അവിടുത്തേക്ക് വേണ്ടി, മഖാമും മഹ്മൂദ് നൽകണമേ അല്ലാഹ്. ഞാൻ മെഹറാജിന്റെ രാത്രി സ്വർഗത്തിനടുത്തൂടെ പോകുമ്പോ സ്വർഗത്തിനകത്ത് നിന്നൊരു കാലൊച്ച കേട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ കടക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ആരാണ് എത്തിയതെന്ന് നോക്കുമ്പോ അത് ബിലാലെ, അങ്ങയുടെ പാദ നിസ്വനമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മെഹറാജിന്റെ രാത്രി കടന്നു പോകുമ്പോ ഒരു മനോഹരമായ രമ്യഹർമ്മം ജിബ്രീൽ എനിക്ക് കാണിച്ചു തന്നു. ഖുറൈശികൾക്കിടയിലെ ഒരു മാന്യനായ മനുഷ്യനുള്ളതാണ് ഈ മണിമന്ദിരം എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അതിലേക്ക് കടക്കാൻ ഉദ്ദേശിച്ചു. ഖുറൈശികളിലെ ബഹുമാന്യനായി അല്ലാഹു എന്നെയല്ലയോ നിയോഗിച്ചിട്ടുള്ളത്? അപ്പോൾ ജിബ്രീൽ എന്നെ വിലക്കിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് ഉമറിനുള്ളതാണ്, ഉമറുൽ ഫാറൂഖ്. എന്നിട്ടും അങ്ങോട്ട് കടക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഉമറിന്റെ മാന്യത എന്നെ വിലക്കി, ഉമറിന്റെ അന്തസ് എന്നെ വിലക്കി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സംസാരവും അവസാനിപ്പിക്കുമ്പോ പരിശുദ്ധ റസൂലിന്റെ ഒരു മന്ദസ്മിതം തിളങ്ങണം കൽബുകളിൽ. അത് പിരിയാത്ത സുഗന്ധമാണ്, അത് പിരിയാത്ത വസന്തമാണ്, അത് കാവലാണ്, രക്ഷയാണ്, അത് അന്തസ്സാണ്, അഭിമാനമാണ്. അത് ഒരിക്കലും നമ്മുടെ മനസ്സുകളിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത വെളിച്ചമാണ്. അത് സകല ജ്ഞാനത്തിന്റെയും ആത്മാവ് പോലെ, അത് സകല വസന്തത്തിന്റെയും വസന്തം പോലെ, അത് കുളിരിന്റെ കുളിര് പോലെ, അത് നക്ഷത്ര വീര്യം പോലെ, അത് ചന്ദ്രകാന്തി പോലെ, സൂര്യശോഭ പോലെ. മഹ്ശറയിൽ തിളങ്ങുന്ന മുഖം പുണ്യ നബിയുടെ മുഖം, മുസ്തഫ മുഹമ്മദിന്റെ മുഖം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കേണ്ട ഒരു സംഭവമാണ് ഈ വിശുദ്ധമായ രാത്രിയുടെ, ഈ വിശുദ്ധ സദസ്സിന്റെ അവസാന ഘട്ടത്തിൽ മനസ്സിൽ ഓർക്കണം. നിങ്ങളെ ഖബറടക്കം ചെയ്ത് നിങ്ങളുടെ ബന്ധുക്കൾ പിരിഞ്ഞു പോകുമ്പോ അവർ ചവിട്ടിപ്പോകുന്ന ചെരുപ്പിന്റെ ശബ്ദം നിങ്ങൾ ഖബറിൽ വെച്ച് കേൾക്കുമെന്ന് പരിശുദ്ധ റസൂൽ. ഈ സദസ്സിലുള്ള എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരോടും ഞാൻ അപേക്ഷിക്കുകയാണ്, ഒരു നിമിഷം അത് മനസ്സിലൊന്ന് സങ്കല്പിക്കാൻ. ഖബറിൽ കിടക്കുകയാണ് കഫൻ ചെയ്ത നമ്മുടെ ദേഹം. നമ്മുടെ ഉറ്റവരും ഉടയവരും ഖബറിന്റെ മീതെ മണ്ണ് വാരിയെറിഞ്ഞ് അവര് പോകുന്ന പോക്കിൽ ചെരുപ്പിട്ട് ഭൂമിയുടെ മീതെ ചവിട്ടിയിട്ട് ബന്ധുക്കൾ അകന്നു പോവുകയാണ്. കഠോരമായ ഖബറിലെ ചോദ്യോത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവർ നടന്നു പോകുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്.
റമദാനിൽ മക്കയിലും മദീനയിലും ലക്ഷോപലക്ഷം ഒരുമിച്ച് കൂടുന്ന രാപ്പകലുകളിലാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. മദീനയിലെ കാരക്കയുടെ മാധുര്യം പോലെ നോമ്പ് തുറക്കാൻ മസ്ജിദിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കുഞ്ഞുമക്കളുടെ സൽക്കാരം പോലെ അവിടുന്ന് നിദ്ര കൊള്ളുന്ന പട്ടണത്തിന്റെ സുഗന്ധം പോലെ അവസാനിക്കാത്ത ലോകകാരുണ്യമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മുറുകെ പിടിക്കാൻ ഒറ്റാലംബമേ ഉള്ളൂ. അള്ളാഹുവിന്റെ തൗഹീദിലേക്ക്, അവന്റെ ഏകത്വത്തിലേക്ക്, അവന്റെ ആലംബത്തിലേക്ക്, അവന്റെ തവക്കുലിലേക്ക് ഒറ്റ ആലംബമേ ഉള്ളൂ. അത് പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹെഡ് ഓഫീസ് കിട്ടിയവന് ബ്രാഞ്ച് ഓഫീസുകളുടെ ആവശ്യമില്ല. പരിശുദ്ധ റസൂൽ ആസ്ഥാന മന്ദിരമേ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. പരിശുദ്ധ റമദാനിൽ മദീനയിലെ ബാബുസലാമിലൂടെ ഒന്ന് അകത്ത് കയറണം. അങ്ങോട്ട് പ്രവഹിക്കുന്ന ജനക്കൂട്ടത്തിൽ ഒരാളായിട്ട് ലയിച്ചു ചേരണം. അങ്ങോട്ട് കടന്നു പോകുമ്പോ സകലമാന തിരക്കുകൾക്കിടയിൽ ഹൃദയമെടുത്ത് കയ്യിൽ പിടിക്കണം. കൈകാലുകൾ തളർന്നു പോകും. അതാ ഒരാൾ പൊട്ടിക്കരയുന്നു, അതാ ഒരാൾ വിങ്ങിപ്പൊട്ടുന്നു, അതാ ഒരാൾ ഏങ്ങലടിക്കുന്നു, അതാ ഒരാൾ നെഞ്ചമർത്തിക്കരയുന്നു, അതാ ഒരാൾ കരഞ്ഞിട്ട് അവിടുത്തെ പുണ്യമാക്കപ്പെട്ട റൗളയുടെ ചുമരിനോട് കൈ ചേർത്ത് നിൽക്കുന്നു. താഴെ വീണ് പോകാതിരിക്കാൻ തോളത്തൊരു കുഞ്ഞുണ്ട്. കുഞ്ഞ് ബാപ്പാന്റെ കണ്ണിലേക്ക് നോക്കുന്നു. ആർക്ക് വേണ്ടി എന്റെ ഉപ്പ നിങ്ങൾ കരയുന്നു? 1500 കൊല്ലം മുമ്പ് വിട പറഞ്ഞ കണ്ണുകൊണ്ട് കാണാത്ത വസന്തമേ, കാതുകൊണ്ട് കേൾക്കാത്ത വസന്തമേ, അങ്ങേക്ക് വേണ്ടി കോടാനുകോടി കരഞ്ഞ മദീന പട്ടണത്തിൽ, അതിന്റെ മുമ്പുള്ള മക്ക പട്ടണത്തിൽ, കഅബയുടെ മന്ദിരത്തിൽ ഞങ്ങളെ എത്തിക്കേണമേ അല്ലാഹ്. ആവർത്തിച്ച് എത്തിക്കേണമേ അല്ലാഹ്. ഈ വിനീതന്റെ ജീവിതത്തിലെ വലിയ ഒരു സൗഭാഗ്യം പോലെ മദീനയിൽ നിന്നൊരു ടെലിഫോൺ. അതില്ലാത്ത ആഴ്ചകൾ കുറവ്, അതില്ലാത്ത ദിവസങ്ങൾ പോലും കുറവ്. അവിടെ എത്തുമ്പോ ഒരു സഹോദരന് ഓർമ്മ വരുന്ന പോലെ, ഇത് പുണ്യനബിയുടെ നാടാണ്, ഇത് പുണ്യനബിയുടെ മസ്ജിദിൽ നിന്ന്, ഇതവിടുത്തെ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ നിന്ന്, ഇതവിടുത്തെ റൗദാ ഷരീഫിന്റെ അടുത്ത് നിന്ന്. അപ്പൊ നമ്മളും അവിടെ എത്തിയ പോലെ പലുക്കോ കെ ബൽ ഗയേ ഹേ മവാജാക്കെ സാബലേ, പലുക്കോ കെ ബൽ ഗയേ ഹേ. എന്റെ കണ്ണിന്റെ പുരികത്തിന്റെ ഒരു ബലത്തിൽ ഞാനൊരു യാത്ര ചെയ്തു പോയി. മവാജാക്കെ സാബലേ, പരിശുദ്ധ റസൂലിന്റെ റൗദയുടെ മുമ്പിൽ ഞാനും പോയി വന്നു. ഒരു ടെലിഫോണിന്റെ സന്ദേശം കിട്ടിയപ്പോ ഒരു പുരികക്കൊടിയുടെ ബലത്തിൽ വിസയില്ലാതെ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലാതെ ടിക്കറ്റ് എടുക്കാതെ ഞാനും ആ മണ്ണിൽ പോയി വന്നില്ലയോ? പലുക്കോ കെ ബൽ ഗയേ മവാജാക്കെ സാമനെ. ആ പരിശുദ്ധ റസൂലിന്റെ കാൽക്കൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പാപങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ലോകത്ത്, ഒരുപാട് തിന്മകൾ വർദ്ധിച്ചു വരുന്ന ഈ ലോകത്ത്, കുടുംബത്തിന് സമാധാനം കെടുന്ന ഈ ലോകത്ത്, ആണുങ്ങൾ ആണുങ്ങളല്ലാതാകുന്ന ഈ ലോകത്ത്, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളല്ലാതാകുന്ന ഈ ലോകത്ത്, സംസ്കാരം ഉപ്പലിയുന്ന പോലെ അലിയുന്ന ഈ ലോകത്ത്, മര്യാദകൾ അസ്തമിച്ചു പോകുന്ന ഈ ലോകത്ത്, ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ ലോകത്ത് മുറുകെ പിടിക്കാൻ മാതൃകയുടെ ആലംബമേ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ മുസ്തഫ യാ മുജ്തബാ. പരിശുദ്ധ റസൂലിന് സലാം ചൊല്ലിക്കൊണ്ട് ഈ സദസ്സിന്റെ ഈ ചർച്ച, പരലോകത്തെ കുറിച്ചുള്ള ഈ ചർച്ച, ഈ മനസ്സിലെ ഈ തേട്ടം, ഈ കുളിരൂറുന്ന രാവ്, ഈ മനോഹരമായ രാവ്, ഈ പരിശുദ്ധ റമളാനിലെ രാവ്, ലൈലത്തുൽ ഖദ്റിലേക്ക് നീളുന്ന മാസത്തിലെ ഈ പുണ്യരാവ്, ഒരുമിച്ച് കൂടിയ എന്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ, ഓരോ വ്യക്തിയും ബഹുമാനപ്പെട്ട വ്യക്തി, ഓരോ വ്യക്തിയും എന്റെ പ്രിയപ്പെട്ട സതീർത്ഥ്യൻ, ഓരോ വ്യക്തിയും എന്റെ പ്രിയപ്പെട്ട തോഴൻ. നിങ്ങളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് മാത്രമേ ഈ യാത്ര പോകാനാകൂ.
ഈ യാത്ര പൂർത്തിയാക്കാനുമാകൂ. വന്നവർ പല രൂപത്തിൽ വന്നു. ചിലർ പൂർണ്ണ മനസ്സോടെ വന്നു, ചിലർ പുണ്യനബിയെ സ്നേഹിച്ചു വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യിലുള്ള പാത്രത്തിന്റെ തോത് പോലെ ഓരോരുത്തർക്ക് കിട്ടി. ആഴമുള്ള പാത്രത്തിൽ കൂടുതൽ വിളമ്പാൻ കഴിയും, ആഴമില്ലാത്ത പാത്രത്തിലൊട്ടും വിളമ്പാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. ഓരോരുത്തരുടെയും സലാഹിയത്ത് പോലെ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മുടെ ദാഹം പോലെ ഓട്ടപാത്രത്തിൽ വിളമ്പിയാലോ അതിലൊട്ട് നിൽക്കുകയുമില്ല. വന്നവർ പലവിധം, പോകുന്നവർ പലവിധം. സദസ്സിന്റെ വൈവിധ്യത്തിൽ നിങ്ങളുടെ ആത്മാർത്ഥ പങ്കാളിത്തത്തെ സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ തുടങ്ങിയത് കുഞ്ഞുനാളിലെ ഒരു നോമ്പുതുറ ഓർത്തുകൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കരുതി വെച്ച അത്താഴച്ചോറ്, നമുക്ക് വേണ്ടി കരുതി വെച്ച നോമ്പുതുറ, എത്ര ചെറിയ ലളിതമായ ജീവിതം, എത്ര കഷ്ടപ്പാട് പിടിച്ച ജീവിതം. അവരൊക്കെ പലരും ഖബറിന്റെ അടിയിലേക്ക് യാത്ര ചെയ്തു പോകുമ്പോ അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. യാ മുസ്തഫ യാ മുജ്തബ അഹ്ലൻ വസഹ്ലൻ മർഹബാ അഹ്മദ് അഹ്മദ് മുസ്തഫ അഹ്ലൻ വസഹ്ലൻ മർഹബാ हुस्ने मुजस्सम आ गया जब आमिना की गोद में पढ़ने लगा अर्ज़ो समा അഹ്ലൻ വസഹ്ലൻ മർഹബാ. ആമിനയുടെ മടിത്തട്ടിൽ പൂർണ്ണ സൗന്ദര്യം വന്ന് വീണപ്പോ ആകാശവും ഭൂമിയും പറയാൻ തുടങ്ങി മർഹബാ 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 മർഹബാ. खुशबू के पेकर को लिए पहुंची हलीमा सादिया सारा कबीला गूंज उठा अहलन वसहलन मरहबा. സുഗന്ധത്തിന്റെ പൂർണ്ണ രൂപത്തെ വഹിച്ചുകൊണ്ട് ഹലീമ സഅദിയ തന്റെ ഗോത്രത്തിലേക്ക് വന്നപ്പോ മുഴുവൻ ഗോത്രത്തിലും പ്രതിധ്വനി മുഴങ്ങി അഹ്ലൻ വസഹ്ലൻ മർഹബാ അഹ്ലൻ വസഹ്ലൻ മർഹബാ യാ മുസ്തഫ യാ മുജ്തബ അഹ്ലൻ വസഹ്ലൻ മർഹബാ അഹ്ലൻ വസഹ്ലൻ മർഹബാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد. السلام عليكم. يا مصطفى يا مجتبى أهلا وسهلا مرحبا.